വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പുറത്തൊന്നും പോയില്ല. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പുറത്തൊന്നും പോകാതെ റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഹോം ടൂർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഹോം ടൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഒരു ചെറിയൊരു ഇതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നാളെ ഇനി ഹോസ്പിറ്റലിൽ പോകണം, മെഡിക്കലുണ്ട്. അപ്പോൾ എല്ലാവർക്കും പല സമയം തന്നിരിക്കുന്നത്. എനിക്ക് ഉച്ചയ്ക്ക് 1:30 സമയം തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഒരു അരമണിക്കൂർ നടക്കാനുണ്ട്. അപ്പോൾ ഇച്ചിരി നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട് റൂബിക്കും 1 മണിക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാം. 12 മണിയാകുമ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്കും എനിക്കും കറക്റ്റ് സമയത്ത് ചെല്ലാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നാളെ പിന്നെ ആ പരിപാടിയായിട്ട് അങ്ങനെ അങ്ങ് പോകും. ഇന്നിപ്പോൾ എന്തായാലും ഞങ്ങൾ പുറത്തൊന്നും ഇറങ്ങിയില്ല, ഇന്ന് ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു. വൈകിട്ടത്തെ ഇപ്പോൾ ചായ കുടിച്ചിട്ട് ഇരിക്കുന്നു. വൈകിട്ടത്തേക്ക് ഉള്ള ചോറൊക്കെ ഇരിപ്പുണ്ട്, കറിയൊക്കെ ഇരിപ്പുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇതാണ് എൻ്റെ റൂം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടേബിള്, ചെയറ്, അങ്ങനെ ഹീറ്ററുണ്ട്. ഇത് പുറത്തേക്കോട്ടുള്ള റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണിത്. പിന്നെ ഷെൽഫാണെങ്കിലും അത്യാവശ്യം വലിയ ഷെൽഫ് തന്നെയാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും, പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരുപാട് സാധനങ്ങളില്ലാത്ത കാരണം കൊണ്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റുന്ന ഷെൽഫാണ്. പിന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ഹോള്, അവിടെയാണ് ഡൈനിങ് ഏരിയയും സെറ്റുമൊക്കെ ഇട്ടേക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ 3 ഷെൽഫ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇതിലൊക്കെ ആയിട്ട് അങ്ങ് നിറച്ചു. അരി മുതൽ പയറ്, ചെറുപയർ, വൻപയർ, കടല, പരിപ്പ്, അങ്ങനെ വേണ്ട മുളക് പൊടി, മല്ലിപ്പൊടി, വാളംപുളി, കുടംപുളി, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട്. അതെല്ലാം ഇവിടെ വെച്ചു. ഇവിടെ ഒരു ഷെൽഫുണ്ട്, ഇതിലൊന്നും വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇത് ഞങ്ങൾക്ക് തുണിയൊക്കെ വിരിക്കാനായിട്ട് ബാൽക്കണിയിൽ ഇവിടെ സ്റ്റാൻഡ് മേടിച്ച് വയ്ക്കാമെന്നാണ് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടില്ല. കാരണം അത്യാവശ്യം തുണികൾ ഇവിടെ കസേര ഇട്ടിട്ടാണെങ്കിലും വെയിലൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ തണുപ്പകത്തോട്ട് കയറും, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. ഹീറ്ററൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഞങ്ങൾ പരമാവധി തുറക്കാറില്ല. പിന്നെ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഇതാണ് റൂബിയുടെ റൂം. സെയിം അതുപോലെ തന്നെ എല്ലാം ടേബിളും ഷെൽഫും ഹീറ്ററും ഒക്കെ ഈ റൂമിലും ഉണ്ട്. പിന്നെ ഇത് അവർ ഇന്നലെ വന്ന് പിടിപ്പിച്ചിട്ട് പോയത്, നമുക്ക് സ്വെറ്ററൊക്കെ ജാക്കറ്റൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിടിപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഇന്നലെ വന്ന് അവർ ശരിയാക്കി തന്നിട്ട് പോയി. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് കിച്ചൺ. കിച്ചണിൽ കെറ്റിൽ ഇവിടെ ഉണ്ടായിരുന്നായിരുന്നു. പിന്നെ ഇൻഡക്ഷൻ കുക്കറാണ്, ഗ്രില്ലിൻ്റെ സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ ഓവനുണ്ട്, ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിൽ അത്യാവശ്യം പാലും സാധനങ്ങളും അച്ചാറും അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടങ്ങ് നിറച്ചു. ഫ്രീസറിൽ വേറെ പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല. ഒരു സോസേജ് കഴിഞ്ഞ ദിവസം പോയപ്പോൾ മേടിച്ചായിരുന്നു. അപ്പം
അത് വെച്ചിട്ടുണ്ട്. പിന്നെ ദേ നാട്ടിൽ നിന്ന് പോന്നപ്പോൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡപ്പകൾ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതിലൊക്കെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടു. പിന്നെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ക്യാരറ്റൊക്കെ വാങ്ങിച്ചത്. ആപ്പിളിന് ഇവിടെ വില കുറവാട്ടോ. വില കുറവെന്ന അല്ല, എന്നാലും ഒരു 2 കിലോ ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ ഒരു 260-250 രൂപയുടെ അടുത്തേ ആയുള്ളൂ. അതുകൊണ്ട് നാട്ടിലെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കുറവാണ്. പിന്നെ കിച്ചണിലും ഉണ്ട് ഹീറ്റർ. പിന്നെ അത്യാവശ്യം ഞങ്ങൾ വന്നപ്പോൾ 2 കട്ടിംഗ് ബോർഡൊക്കെ ഞാൻ കൊണ്ടുവന്നു കേട്ടോ. അത്യാവശ്യം ഇതുണ്ടോ, പാത്രങ്ങളൊക്കെ ചില്ലിൻ്റെ പാത്രങ്ങളാണ്. പാത്രങ്ങൾ, ഗ്ലാസ്, പ്ലേറ്റ്, ഇതുപോലത്തെ കപ്പുകൾ, ഇതൊക്കെ കുട്ടൂറ്റി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇതുപോലത്തെയൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തായിരുന്നു. പിന്നെ ചില പാത്രങ്ങൾ, ഇതിൽ കുക്കറൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, അല്ലാത്ത 1-2 പാനൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ താഴേന്ന് പോസ്റ്റിൽ അവർ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. പിന്നെ ഈ സ്പൂണും കാര്യങ്ങളും ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ടവലുകൾ അതെല്ലാം അവർ അറേഞ്ച് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്കുള്ള വെള്ളവും ബിസ്ക്കറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വാഷിംഗ് ഏരിയ. ഇവിടെ വാഷിംഗ് മെഷീൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡ്രയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് വിരിക്കാം. അല്ലെങ്കിൽ ലാസ്റ്റായിട്ട് ആ ഒരു കമ്പിയുടെ കാണുന്നില്ലേ, അത് നമ്മുടെ ഹീറ്ററിൻ്റെ തന്നെ ഒരു ഇതാണ്. അപ്പോൾ അത്യാവശ്യം തുണികളൊക്കെ അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് റൂമിൻ്റെ റെൻറ്റ് പറഞ്ഞിരിക്കുന്നത്, ഫ്ലാറ്റിൻ്റെ റെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഒരാൾക്ക് 363 യൂറോയാണ്. അപ്പോൾ ഈ മാസം ഫ്രീ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് മന്ത് മുതൽ റെൻറ്റ് കൊടുത്തു തുടങ്ങണം. പിന്നെ ഒരു 7 മാസം പറഞ്ഞിരിക്കുന്നത്. ഒരു 8 മാസം ഞങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട്, അനാർക്കൻഡിങ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതൊരു 8 മാസത്തിനുള്ളിൽ എക്സാമും കാര്യങ്ങളും എല്ലാം കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ കാര്യങ്ങൾ പ്രോസസ്സിങ് നടക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് രജിസ്റ്റേർഡ് നേഴ്സ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ 8 മാസം കഴിയുമ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റ് മാറി വേറെ സ്വന്തമായിട്ട് എടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഫാമിലീനെ കൊണ്ടുവരാനുള്ള പ്രോസസ്സിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സിം എടുക്കാൻ പോയ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ O2 സിമ്മാണ് എടുത്തത്. അത്യാവശ്യം നെറ്റ്വർക്കുള്ള, എല്ലായിടത്തും നെറ്റ്വർക്കുള്ള സിമ്മാണെന്നാണ് പറഞ്ഞത്. അത് ഞങ്ങൾ 15 അറൗണ്ട് 15 യൂറോ ആയി. 40 GB ഒരു മാസത്തേക്ക് അതിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരു 20 യൂറോയുടെ 80 GB ഉണ്ടായിരുന്നു. പക്ഷേ അത് അവിടെ അന്നേരം അവൈലബിൾ, ഞങ്ങൾ പോയ സെൻറ്ററിൽ അവൈലബിൾ അല്ലാത്ത കാരണം കൊണ്ട് അവർ പറഞ്ഞു നെക്സ്റ്റ് മന്ത് റീചാർജ് ചെയ്യുമ്പോൾ അത് ചെയ്താൽ മതി, അപ്പോൾ 80 GB നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 15 യൂറോ കൊടുത്താണ് ആ സിം എടുത്തത്. പിന്നെ വാട്സപ്പ് ഞാൻ നമ്മുടെ നോർമൽ വാട്സപ്പ് ബിസിനസ്സിലോട്ട്, നമ്മുടെ നാട്ടിലെ നമ്പർ വാട്സപ്പ് ബിസിനസ് ആക്കിയിട്ട് അല്ലാത്ത നോർമൽ വാട്സപ്പിലാണ് ഇവിടുത്തെ നമ്പറിൽ ആക്ടിവേറ്റ് ചെയ്തത്. അതായത് വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് നോർമൽ വാട്സപ്പിലാണ് അതെടുത്തത്. പിന്നെ സിം എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പാസ്പോർട്ടിൻ്റെ ആവശ്യം മാത്രമേ വന്നുള്ളൂ. പിന്നെ നമുക്കൊരു ആപ്പുണ്ട് ഈ O2 സിമ്മിൻ്റെ. നമുക്ക് എത്ര ബാലൻസ് ഉണ്ട്, ബാലൻസ് ഡേറ്റ അറിയാനായിട്ട്, അതിൻ്റെ എത്ര ഡേറ്റ ഉണ്ട് ഇനി ബാലൻസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊരു ആപ്പുണ്ട്. അത് മൈൻ O2 ആപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആപ്പാണ്. പക്ഷെ അത് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്കത് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഷോപ്പിൽ വെച്ച് തന്നെയാണ് അവരോട് അത് ഡൗൺലോഡ് ചെയ്ത് തരാൻ പറഞ്ഞത്. പക്ഷെ അവർ നോക്കിയിട്ടും അത് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഷോപ്പിലെ ആൾ തന്നെ പറഞ്ഞു ചിലപ്പോൾ നാട്ടിൽ നിന്ന് മേടിച്ച ഫോൺ ആയതുകൊണ്ടായിരിക്കും അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു.
പിന്നെയാണ് അതിൻ്റെ റീജിയൻ മാറ്റാത്തതുകൊണ്ടാണെന്ന് മനസ്സിലായത്. അപ്പം അതിൻ്റെ നമ്മുടെ ഫോണിലെ റീജിയൻ ജർമ്മനി ആക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇവിടുത്തെ ഒരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനത് റീജിയൻ മാറ്റിയിട്ടാണ് മൈനോറ്റു ആപ്പ് എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്തത്. ഇപ്പം അതിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എത്ര ഡേറ്റ ബാലൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ 40 GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം നല്ല അത്യാവശ്യം GB തീരുന്നുണ്ട്. ഇനിയിപ്പോൾ അത് വീണ്ടും ഡേറ്റ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊന്ന് അന്വേഷിക്കണം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മന്ത് വരെ അത് ഉണ്ടെങ്കിൽ അടുത്ത മാസം ആ ഡേറ്റിന് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഇന്ന് പുറത്തൊന്നും പോയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന കൊച്ചു കൊച്ചു വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.